സ്വീകരിച്ചത്. അങ്ങനെ വന്നപ്പോ ഇവിടെ ഒന്നും നടക്കില്ല എന്ന ആ ധാരണക്ക് പകരം ഇവിടെ പലതും നടക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ആളുകൾ മാറി. അതേതെങ്കിലും പ്രചരണത്തിന്റെ ഫലമായിട്ടായിരുന്നില്ല, ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓരോ രംഗവും അതിന് തെളിവാണ്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയവരാണ് ആ കാലത്തെ മിക്കവരും. 2016 കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നവരെല്ലാം വളരെ വളരെ നേരിയ ശതമാനം ഒഴിച്ചാൽ എല്ലാവരും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ്. പക്ഷേ പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോവുകയും ഇനി രക്ഷപ്പെടില്ല എന്ന തോന്നലില്ലായിരുന്നു. ഇപ്പോ ആ തോന്നലില്ലാതെ എത്ര വേഗമാണ് കാര്യങ്ങൾ മാറിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നാടും ജനങ്ങളും പൂർണ്ണമായി ഏറ്റെടുക്കലേക്ക് എത്ര കൃത്യതയോടെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതിൻ്റെ മറ്റ് കണക്കുകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ ആരോഗ്യരംഗം ഇല്ലായ്മയുടെ പര്യായമായിരുന്നു. ആശുപത്രികളിൽ ചെന്നാൽ ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, അത്യാവശ്യം വേണ്ട പഞ്ഞു പോലും ഇല്ല. അങ്ങനെയൊരു ദുരിതം പിടിച്ച സ്ഥലം. അവിടെയാണ് ആർദ്രം മിഷൻ നാം നടപ്പാക്കിയത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മുഖമാകെ മാറി. അതിൻ്റെ ശേഷി വലിയ തോതിൽ വർദ്ധിച്ചു. നമ്മളാരും അതിനെപ്പറ്റി കൂടുതലായി പറയുന്നവരല്ല. പക്ഷേ രാജ്യവും ലോകവും കണ്ടു എന്താണ് കേരളം, ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ നേട്ടം എന്താണ് എന്നത് കോവിഡ് കാലത്ത് ലോകമാകെ മനസ്സിലാക്കി. ലോകത്ത് നമ്മളെക്കാളെല്ലാം വലിയ സമ്പത്തുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഇനി ചിലതെടുത്താൽ സമ്പൽ സമൃദ്ധിയുടെ വിളനിലം എന്ന് വിലയിരുത്തപ്പെടുന്ന രാഷ്ട്രമാണ്. എന്തായിരുന്നു അവിടെ സ്ഥിതി? അവിടെ കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. വെന്റിലേറ്റർ ഇല്ല, ഒഴിവില്ല. പക്ഷെ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചേ പറ്റൂ. അപ്പോൾ ഡോക്ടർക്ക് നിർദ്ദേശം വരികയാണ്, ആ വെന്റിലേറ്ററുള്ള ഒരു രോഗിയെ വെന്റിലേറ്റർ വിച്ഛേദിച്ച് ഒഴിവാക്കി ഇയാളെ കിടത്തണം. വിറക്കുന്ന കൈകളോടെ, ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലത്, പക്ഷേ വിറക്കുന്ന കൈകളോടെ അത് ചെയ്യാൻ അവിടെ പല ഡോക്ടർമാരും നിർബന്ധിതരാണ്. ഒരു നിശ്ചിത പ്രായത്തിന് മേലെ കോവിഡ് ബാധിച്ചാൽ പിന്നെ അതിന് വലിയ ചികിത്സ വേണ്ടതില്ല എന്നും ഈ വലിയ സമ്പൽ സമൃദ്ധ കേന്ദ്രത്തിൽ തീരുമാനിക്കുന്ന വന്നു. അപ്പോഴാണ് നമ്മുടെ നാട്, ഓർക്കണം പഴയ കാര്യങ്ങൾ, വലിയ പ്രായമുള്ളവരടക്കം കോവിഡ് ബാധിച്ച് രക്ഷപ്പെടുന്ന വാർത്തകൾ വന്നത്. ഞാൻ ദീർഘിച്ചൊന്നും പറയുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എവിടെയും ബെഡില്ലാത്ത അവസ്ഥ വന്നില്ല, ഓക്സിജൻ ബെഡില്ലാത്ത അവസ്ഥ വന്നില്ല, ICU ബെഡില്ലാത്ത അവസ്ഥ വന്നില്ല, വെന്റിലേറ്റർ ഇല്ലാത്ത അവസ്ഥയുണ്ടായില്ല. അപ്പോ കോവിഡിന്റെ പ്രഹരശേഷിയെ നാം ഒരുക്കിയ സൗകര്യങ്ങളിലൂടെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ലോകത്ത്
അത്യപൂർവം രാഷ്ട്രങ്ങൾക്ക് മാത്രമേ അത് സാധിച്ചുള്ളൂ. ആ കൂട്ടത്തിൽ കേരളമുണ്ട് നമ്മുടെ രാജ്യത്ത്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതിനിടയാക്കിയത് ബോധപൂർവമായ ഈ പ്രവർത്തനമായിരുന്നു. ഇപ്പോ 11 വീടുകൾ നമ്മൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകി. സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. CPIM നേരത്തെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ? വീടില്ലാത്തവർ, വീട് നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവർ, തങ്ങളുടെ ജീവിതകാലത്ത് ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമോ എന്നൊരു സ്വപ്നവും കൊണ്ട് നടക്കുന്നവർ, ആ സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തോടെ മണ്ണടിയുന്നവർ. അവിടെയാണ് LDF സർക്കാർ തീരുമാനിച്ചത് ഇത്തരം ആളുകൾക്കെല്ലാം വീട് നിർമ്മിച്ച് നൽകണം. അതിനാണ് ലൈഫ് എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. നമ്മൾ അന്ന് കണക്കാക്കിയത് 5 ലക്ഷം വീടുകളാണ്. ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി. ഒരു സംശയമില്ല, ബാക്കിയും പൂർത്തിയാക്കാൻ തന്നെയുള്ള നടപടികൾ സ്വീകരിക്കുകയില്ല. ഈ വീടുകളിൽ എത്തിപ്പെടുന്നവരെ കുറിച്ച് ആലോചിക്കണം. ആ വീട്ടിൽ ആദ്യ ദിവസം കിടന്നുറങ്ങുന്നവർ, സ്വന്തം വീട് സ്വപ്നം കാണാൻ കഴിയാതിരുന്നവർ സ്വന്തം വീട്ടിൽ കിടക്കുകയാണ്. അപ്പൊ ആ രാത്രിയോടുകൂടി അവരൊരു പുതിയ മനുഷ്യരായി മാറുകയാണ്. അത്രമാത്രം അഭിമാന ബോധമുള്ളവരായി അവർ മാറുന്നു. സ്വന്തം വീട്ടിൽ ഞാൻ കഴിയുന്നു എന്ന ബോധം അത് സമൂഹത്തിൽ പകരുകയാണ്, സമൂഹത്തെ ആകെ മാറ്റുകയാണ്. ഇതുപോലൊരു സർക്കാരിന് അത് ചെയ്യാൻ കഴിയോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹരിത കേരള മിഷൻ പ്രവർത്തനം. നാടാകെ വലിയ തോതിൽ ആ പ്രവർത്തനം ഏറ്റെടുത്തു. തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനങ്ങളാകെയും ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറും. ഇനിയും പ്രവർത്തിക്കാനുണ്ട് നമുക്ക്. ശുചീകരണം നല്ല രീതിയിൽ നടക്കണം. ഇപ്പോൾ കോവളത്തെ പറ്റി പറഞ്ഞു, കോവളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു, വിദേശത്തുനിന്ന് വരുന്നു. ആ വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ വേണ്ടാത്തതൊന്നും പരിസരത്തില്ലാതിരിക്കണം, എല്ലാം ക്ലീനായിരിക്കണം. കോവളം മാത്രമല്ല, എല്ലായിടവും ക്ലീനായിരിക്കണം. പരിസര ശുചീകരണം വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായുള്ള വലിയൊരു യത്നത്തിലേക്ക് തന്നെ നാം കടക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 2 മുതൽ വിപുലമായ പരിപാടിയാണ് സംസ്ഥാനത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അതിനുശേഷമാണ് നമുക്ക് ആ മഹാദുരന്തം ചീർമലയിലും മുട്ടക്കൈയൊക്കെ ഏൽക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നാലെയായി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും നല്ല നിലക്ക് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ നടത്തുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളടക്കം പ്രവർത്തിച്ചു വരികയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം ശുദ്ധമാകണം, നമ്മുടെ പരിസരം ശുദ്ധമാകണം, നാം ശ്വസിക്കുന്ന വായു ശുദ്ധമാകണം. ഇതൊക്കെ ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ഒഴിച്ചുകൂടാത്തതാണ്. പലയിടങ്ങളിലും നാം കുടിക്കുന്ന വെള്ളം ഗുണനിലവാരമുള്ളതല്ല, പലതരത്തിലുള്ള രോഗാണുക്കൾ നിറഞ്ഞതാണ്. ഇതൊന്നും ശുദ്ധീകരിക്കാൻ കഴിയാത്തതല്ല. നാം തന്നെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളുണ്ട്. നാം ആ മാലിന്യം ഇവിടങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നാട് ഈ രീതിയിൽ മാറിയിരിക്കുന്നു. ആ മാറ്റം എവിടം വരെ എത്തുന്നു? ഇപ്പോ കേരളം എന്നത് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വ്യവസായ വളർച്ച ഇല്ലാത്ത ഒരു നാടാണ്. പണ്ടേ അങ്ങനെയാണ്. പല ശ്രമങ്ങൾ നാം നടത്തിയിട്ടുണ്ട്.
ആ ശ്രമങ്ങൾക്ക് ചില്ലറ ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എടുത്താൽ ആ പട്ടികയിൽ നമ്മളില്ല. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനമെടുത്താൽ അത് ദുർബലമാണ്. കാരണം ഈ രീതിയിലുള്ള കുറവുകൾ നമുക്കുണ്ട്. നാം 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ബോധപൂർവമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇവിടെ കൂടുതൽ നിക്ഷേപം വരണം, ആ നിക്ഷേപം ആകർഷിക്കാനാവണം, അതിനാവശ്യമായൊരു അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷം ഉണ്ടാക്കൽ വളരെ പ്രധാനമായിരുന്നു. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നിക്ഷേപം വരുമ്പോൾ തന്നെ ആ നിക്ഷേപകരെ ഒരു ശത്രുക്കളായി കാണുന്ന സമീപനം ഉണ്ടായിരുന്നു. അത് ശരിയല്ല. ആ നിക്ഷേപം നാട്ടിന് തൊഴിലാണ് നൽകുന്നത്, നാടിൻ്റെ വരുമാനമാണ് വർദ്ധിപ്പിക്കാനിടയാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറുതും വലുതുമായ യൂണിറ്റുകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും തദ്ദേശഭരണ സ്ഥാപനങ്ങളടക്കം ചെയ്യേണ്ടതാണ് എന്ന നിലപാട് നാം എടുത്തു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വലിയ ഇടപെടലായിരുന്നു. നല്ല മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. മാത്രമല്ല, ചില നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ മാറേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്യുന്ന നിലയുണ്ടായി. നല്ല ശ്രമം തുറന്നു വന്നു. ഇപ്പോൾ എവിടെയെത്തി? ഇപ്പോ അതീവ സന്തോഷകരമായ വാർത്ത, രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ സംസ്ഥാനം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ LDF സർക്കാർ അധികാരത്തിൽ നിന്നുകൊണ്ട് തുടർച്ചയായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു വ്യാവസായിക ഇടനാഴി വലിയ തോതിലുള്ള വ്യാവസായിക മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയത്. നല്ല രീതിയിലുള്ള വളർച്ച നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോവുകയാണ്. ആവശ്യമായത്ര ഭൂമി ഇപ്പൊ തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു. പാലക്കാടും മറ്റും സർക്കാർ വലിയ തോതിൽ ഭൂമി എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം വിവിധ യൂണിറ്റുകൾ വരാൻ പോവുകയാണ്. കേരളത്തിന്റെ മുഖം മാറാൻ പോകുന്നു എന്നർത്ഥം. വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. അവിടെയാണ് ഗിഫ്റ്റ് സിറ്റിയുടെ കാര്യം. ഇപ്പോ നാം നിർദ്ദേശിച്ചത് കൊച്ചിയിലാണ് ഗിഫ്റ്റ് സിറ്റി. ഇന്നത് ഗുജറാത്തിൽ മാത്രമാണുള്ളത്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ ഞാൻ പോയിരുന്നു. അദ്ദേഹം 3ാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് കാണുകയായിരുന്നു. അതുകൊണ്ട് വയനാടിൻ്റെ പ്രശ്നം മാത്രമേ നിവേദനമായിട്ട് കൊടുത്തുള്ളൂ എങ്കിലും ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഈ ഗിഫ്റ്റ് സിറ്റിയായിരുന്നു. ഗുജറാത്തിൽ മാത്രമെന്ന നില എടുക്കരുത്. ഞങ്ങളും ഇതിന് അർഹതയുള്ളവരാണ്. കേരളത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് അറിയാം. ഞാനത് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അത് സമ്മതിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു സ്ഥലത്തെ പാടുള്ളൂ നിർബന്ധമില്ല, പരിശോധിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഗിഫ്റ്റ് സിറ്റി വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നതിൻ്റെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുമതി കിട്ടണം. പല കാര്യങ്ങളും അനുമതിക്ക് വേണ്ടി നാം കാത്തു നിൽക്കുന്നതാണ്. പലതും കിട്ടിയിട്ടില്ല. കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെട്ട് ഇനിയൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് അർഹതയുള്ളതാണ്. ആ ചോദ്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിനാണ് വഴിവെക്കുന്നത്. ഇവിടെ പറഞ്ഞു, വിഴിഞ്ഞത്തെ പറ്റി പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കുന്ന പുരോഗതിയുണ്ട്. അതൊരു ഭാഗം. ഇപ്പൊ ആ പോർട്ടിൽ നിന്ന് നാം ഒരു റോഡ് ഈ അടുത്ത കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ആരംഭിക്കാൻ പോകുന്നു. ഇന്നടക്കം അതിൻ്റെ റിവ്യൂ നടത്തിയതാണ്. ആവശ്യമായ എല്ലാ
പിന്തുണയും നൽകാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്നത് വലിയ തോതിലുള്ള വികസനമായിരിക്കും. ഒരു പുതിയ സമ്പ്രദായം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതും എന്നാൽ നമ്മൾ കേരളത്തിൽ ഇതേവരെ നടപ്പാക്കിയിട്ടില്ലാത്തതുമായ ലാൻഡ് പൂളിംഗ് സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുകയാണ്. ആളുകൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട്ടുകാരുടെ വലിയ തോതിലുള്ള വികസനം നമ്മുടെ ഈ പ്രദേശമാകെ വരാൻ പോവുകയാണ്. തലസ്ഥാന നഗരി എന്ന രീതിയിൽ അതിഗംഭീരമായ മാറ്റം ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരാവശ്യം നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? അത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഇടക്കങ്ങ് വിട്ടുപോയി പറഞ്ഞു പോകുന്ന വഴി. അത് 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2021 അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ വലതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തെ പിന്താങ്ങുന്നവരെ. പക്ഷേ 2021 ആയപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വലതുപക്ഷത്തെ എല്ലാം സ്വീകരിച്ചു. LDFന് 99 സീറ്റ് നൽകി വീണ്ടും അധികാരത്തിലെത്തിച്ചു. ഇതുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ വലതുപക്ഷത്തിനാകുന്നത്. പ്രത്യേകിച്ച് വലതുപക്ഷം അധികാരത്തിലേറും എന്ന് വലിയ തോതിൽ പ്രവചിക്കുകയും അതിനുവേണ്ടി വല്ലാതെ സ്വന്തം വിശ്വാസത്തിലടക്കം കളഞ്ഞു കുളിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റില്ല. കണ്ട കാഴ്ച എന്താ? 2021 LDFന്റെ തുടർഭരണം വന്ന ഉടനെ ആ നാള് മുതൽ ആ സർക്കാരിനെതിരെയുള്ള കൊണ്ടുപിടിച്ച ശ്രമം, വാർത്തകൾ മെനയൽ എല്ലാം ഉണ്ടായി. ഏതെല്ലാം തരത്തിലുള്ള വാർത്തകൾ, എന്തെല്ലാം ശ്രമങ്ങൾ, എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യ മാസങ്ങൾ ആ ഗവൺമെന്റിനെതിരെ സാധാരണഗതിയിലൊന്നും പറയാൻ ആരും നിൽക്കത്തില്ല. കാരണം എങ്ങനെയുണ്ട് നോക്കാം എന്നൊക്കെ വിചാരിക്കും. ഇത് തുടക്കം മുതൽ എതിർപ്പ് വരും. എങ്ങനെയൊക്കെ LDFനെ അപകീർത്തിപ്പെടുത്താൻ പറ്റും. പല ശ്രമങ്ങൾ നടത്തി. ഓരോന്നിൻ്റെയും അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ വിശദമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു പ്രചരണം എന്താണത്? CPIMന് RSS ബന്ധം. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് ശക്തമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യമാണ്. ഇന്നലെ മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തന്നെ കറങ്ങി ഒരു 10 ചോദ്യം പറയൂ ഉത്തരം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്തോ ഒരു വലിയ
കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ആരെക്കുറിച്ചാണ് RSS ബന്ധം പറയുന്നത്? കേരളത്തിൻ്റെ അനുഭവം ആരും മറക്കില്ലല്ലോ. ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അത് പോയാൽ വലിയൊരു മട്ടങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ കേരളത്തിൽ RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPM-കാരെയാണല്ലോ. എന്തേ അതിനിടയാക്കിയത്? അവരെ ആക്രമിക്കാൻ പോയതുകൊണ്ടാണ്. അവര് ഭയപ്പാട് സൃഷ്ടിക്കുകയായിരുന്നില്ലേ? നാടിനെ ഭയത്തിൽ ഒതുക്കാൻ പറ്റുമെന്നല്ലേ നോക്കിയത്? CPM പോലൊരു പാർട്ടിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കും വിധം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം എന്നല്ലേ അവർ പ്രതീക്ഷിക്കുന്നത്. ആരാണ് അതിനെ പ്രതിരോധിച്ചത്? അഭിമാനപൂർവം CPM-ന് പറയാൻ പറ്റും, ഞങ്ങളാണ്, നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല. കോൺഗ്രസിനോ UDF-നോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചിട്ടുമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോൾ അതിന്റെ മുന്നിൽ പതറിപ്പോവുകയല്ല ചെയ്തത്. കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു? ഏതെല്ലാം തരത്തിലുള്ളത്? ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഞാനതിൻ്റെ മറ്റ് വിവരണങ്ങളിലേക്ക് പോകുന്നു. ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ RSS-മായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നു. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSS-കാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ? ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCC-യുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ? എടക്കാട് തോട്ടട ഇഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPM-കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖയ്ക്ക്
കാവൽ നിന്നു എന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ആർക്കാണ് RSS? മലയാള മനോരമക്ക് മറവി വന്നോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. തലശ്ശേരി കലാപം, ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, സഖാവ് UK കുഞ്ഞിരാമൻ, നെരുവമ്പായി പള്ളി, ആ ഭാഗത്തെ പ്രശസ്തമായൊരു പള്ളിയാണ്. അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം RSSകാർ വന്നു പള്ളി ആക്രമിക്കണം. ഈ നിൽക്കുന്ന UK കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരും. അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു, പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം. അതിന് മാത്രം ബലം അവർക്കില്ല. അവർ തിരിച്ചുപോയി. തിരിച്ചുപോയവർ പക്ഷേ തീർത്തും തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം പുലർച്ചവരെ ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ വീട്ടിലേക്ക് UK കുഞ്ഞിരാമൻ പോകും. നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഒരു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് UK കുഞ്ഞിരാമനെ ആക്രമിച്ചത്. തലശ്ശേരി കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. UK കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിൻ്റെ ഭാഗമായിട്ട് പോയി. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSSന്റെ ശാഖയ്ക്ക് സംരക്ഷണം നൽകുക. മലയാള മനോരമയ്ക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ വ്യത്യാസം മനസ്സിലാക്കണമെന്ന് പറയാം. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. RSSന്റെ തലതൊട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ, ഗോൾവാൾക്കർ, ഗുരുജി ഗോൾവാൾക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം, ആ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം. ഞങ്ങളാരെങ്കിലും ആണോ? ഇവിടെയുള്ളവരല്ല. കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണോ? നിങ്ങൾക്കത് ഓർക്കാൻ വിഷമാണല്ലേ? എന്തേ വിഷമം? നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ? ഇത് മാത്രമാണോ? ഈ പരമേശ്വരനെ അറിയില്ലേ?
2013 സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ പി പരമേശ്വരൻ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനമാണ്. ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം. മലയാള മനോരമ അന്വേഷിക്കണം. RSS ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം. ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇത് കേരളത്തിലെ കാര്യം ഇനിയുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ? ദേശീയ തലത്തിൽ കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്കറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങൾ അത് മറച്ചു വെക്കുന്നത്? 1984 RSSന്റെ സർസംഘചാലകൻ മധുകർ ദത്താത്രേയ ദിയോറസ് അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമില്ലേ? ബാബറി മസ്ജിദ് അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനമെടുത്തത് 1986 രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്? ആർക്കാണ് RSSുമായുള്ള ബന്ധം? ആർക്കാണ് RSSനോട് സോഫ്റ്റ് വാർത്ത? 1987 ഹാഷിംപൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ലത്. RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. 42 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ UP പോലീസ് തീർത്തത്. കൂട്ടക്കൊല. RSS ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിൻ്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശും നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല. എങ്കിലും ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ? ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലിൽ ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തു. ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചു, രാജ്യത്താകെ വ്യാപിപ്പിച്ചു. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്, അവരാണല്ലോ ഇത് വലിയ കുത്തിയോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി ജോലിയിൽ നിന്ന് BRS അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ
ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലുണ്ടോയെന്നറിയില്ല, ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലേമ, ആൻ ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ഞങ്ങളായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ എഴുതിയത്, അത് ഓർക്കണം. ഒന്നുകൂടി ആ പേര് ഞാൻ പറയാം, മാധവ് ഗോഡ്ബോളെ. ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അദ്ദേഹം എഴുതുകയാണ്, രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കളക്ടറായിരുന്ന KK നായരെയാണ്. കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ. ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ, ആദ്യ ശുപാർശ, ഇദ്ദേഹത്തിന്റെ ശുപാർശ. നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുകൊണ്ടെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. നാലാം കർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ? അഭിമാനപൂർവ്വം തലയുയർത്തി പറയാൻ പറ്റും. എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേവരെ CPIM ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചത്. ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല. ഇപ്പോ കപിൽ സിബല് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തോട് 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. എന്തേ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നാണല്ലേ എന്നല്ലേ ഇത് കാണിക്കുന്നത്? മലയാള നമുക്ക് അറിയില്ല. ഇവിടെ ബാബറി മസ്ജിദ് എന്ന സ്ഥലത്ത് ശിലാന്യാസം നടക്കും. ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയെ. അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക, അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. മാത്രമല്ല ഭൂമി പൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു. തമിഴ്നാടാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ. ആ തമിഴ്നാട് കോൺഗ്രസ് നേതാവല്ലേ, അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട്: കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. എന്താ അവിടുത്തെ സ്ഥിതി? അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള
34,563 ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു, ഉത്തരവ് നൽകുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായി. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? എന്റെ ഇതൊന്നും ഓർക്കാത്തത്, എന്റെ ഇവരെ വെള്ളപൂശാൻ വലിയ താല്പര്യം. ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു BJP അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നമായിരുന്നില്ലേ അത്? KC വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള രാജ്യസഭാ അംഗം. അദ്ദേഹം രാജിവെച്ച ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ രാജി BJPക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ സംഭവിച്ചത്? പോട്ടെ, തോക്കും. പ്രതിപക്ഷല്ലേ കോൺഗ്രസ് അവിടെ? ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ? സ്ഥാനാർത്ഥിയെ നിർത്തിയോ? എന്താ അതിന്റെ അർത്ഥം? മലയാള മനോരമയാണ് പറയുന്നത്. ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള പ്രവർത്തനമാണ് CPIM നടത്തുന്നത്. CPIM അടക്കമുള്ള LDFും LDF സർക്കാരും നടത്തുന്നത്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്. ഞാൻ കുറച്ചധികം സമയമായി പോയി, അധിക സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ചധികമായി. ഇനി എതിർക്കുന്നില്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഓഫീസാണ് പണിതീർത്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഓഫീസ് കേന്ദ്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് CPIM കോവളം ഏരിയ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകുന്നതിന് പാർട്ടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ഹരികുമാറിനെ ക്ഷണിക്കുകയാണ്. ഈ ഉപഹാരം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ചാവരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്ത് വരച്ച മുഖ്യമന്ത്രിയുടെ രേഖാചിത്രം മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കാൻ അനന്തിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സായാഹ്നം സാന്നിധ്യം